നേരമായി നമ്മൾ കശ്മീരിനെ പറ്റി സംസാരിച്ചിട്ട് അത്രമേൽ ആകാംക്ഷ ഉണ്ടാവുകയാണ്. കശ്മീരിൽ ഇപ്പോൾ കാര്യമായ രാഷ്ട്രീയ തലങ്ങൾ നടക്കില്ല. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ലീഡ് പലയിടത്തും 1000-ന് മുകളിലാണ് എന്നുള്ളത് കാണാം. ഇപ്പോൾ അംബാല സിറ്റി നിർമ്മൽ സിംഗ് മൊഹ്ര 20 റൗണ്ട് ഉണ്ട്. 4 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ 3669 സീറ്റുകൾക്ക് അംബാല സിറ്റിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് പല മണ്ഡലങ്ങൾ എടുത്താൽ വിനേഷ് ഫോഗട്ട് വീണ്ടും മുന്നിൽ വന്നിരിക്കുകയാണ്. ജുലാനയിൽ എത്ര പ്രാവശ്യമാണ് വിനേഷ് ഫോഗട്ടിന്റെ ഒറ്റ സ്ഥാനാർത്ഥിയുടെ ലീഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് എന്നുള്ളത്. ദുഷ്യന്ത് ചൌട്ടാല മത്സരിക്കുന്ന ഉച്ചന കലാൻ എടുക്കാൻ നമുക്ക്. അവിടെ ബിർജേന്ദർ സിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥി 1362 വോട്ടുകൾക്ക് ലീഡ് ചെയ്യാണ്. അവിടെ 16-ൽ 2 റൗണ്ടുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ന്യൂഹ് കാണണം. ന്യൂഹ് അഫ്താബ് അഹമ്മദ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 10,000-ലധികം വോട്ടുകൾക്ക് ഇതിനോടകം ലീഡ് ചെയ്യുന്നു. ന്യൂഹ് ഇതിന് ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബുൾഡോസർ രാജ് കൊണ്ട് ശ്രദ്ധേയമായ സ്ഥലമാണ് ന്യൂഹ്. അവിടെ ന്യൂനപക്ഷങ്ങൾ ബുൾഡോസർ രാജിന് ഇരയായി ഒരു വർഗീയ കലാപത്തെ തുടർന്ന് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് ഭരണകൂട വേട്ട നടന്നു എന്ന് ആരോപിക്കപ്പെട്ട സ്ഥലമാണ്. അവിടെ ന്യൂഹിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതിനോടകം 5 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ 10,000-ന് മുകളിൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ന്യൂഹ് മേഖലയിൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ട്. നമുക്ക് ചിലയിടത്ത് 12,000-ഉം 10,000-ഉം ഒക്കെ മാർജിൻ വന്നിട്ടുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ അത് 100-ൽ താഴെയാണ് എന്നതും കാണാം. അതുകൊണ്ട് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിയാം. വിനേഷ് ഫോഗട്ടിന്റെ ലീഡ് നില മാറി മറിയുന്നത് നേരത്തെ മാധു സൂചിപ്പിക്കുകയുണ്ടായല്ലോ. നമുക്ക് പല മണ്ഡലങ്ങളിലും ഈ മാറ്റം മറിച്ചിലുകൾ കാണാം. അതേസമയം 10,000-നും 12,000-നും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളും ഉണ്ട് എന്നുള്ളതും കാണാം. അതുകൊണ്ട് ഇത് അന്തിമ ഫല സൂചനയായി കാണേണ്ടതില്ല. 4 റൗണ്ട് 5 റൗണ്ട് വോട്ടെണ്ണലാണ് പലയിടത്തും പൂർത്തീകരിച്ചിട്ടുള്ളത്. നമുക്കൊരു 10 റൗണ്ട് പിന്നിട്ടാൽ കുറെ കൂടി കൃത്യമായ ഒരു പിക്ചർ ലഭിക്കുമെന്ന് കരുതാം. ഏതാണ്ട് 12 മണിയോടുകൂടി ഒരു പൂർണ്ണമായ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരും. ഹരിയാനയിൽ ആര് വിജയം സ്വന്തമാക്കും? ഹരിയാനയിൽ മറ്റ് സഖ്യ പരീക്ഷണങ്ങൾക്കൊന്നും ഇടമില്ല എന്നുള്ളത് പ്രധാനമാണ്. അത് കശ്മീരിലെ പോലെയല്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആണ് അവിടെ BJP-യും കോൺഗ്രസും തമ്മിൽ നടക്കുന്നത്. അതൊരു ഗോതയിൽ 2 പേർ മാത്രം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പരീക്ഷണം നടത്തുന്ന ബല പരീക്ഷണം നടത്തുന്നതിന് തുല്യമായ മത്സരമാണ് ഹരിയാനയിൽ നടക്കുന്നത്. അവിടെ ബഹുദൂരം പോയിന്റ് പട്ടികയിൽ മുന്നിൽ പോയതിനു ശേഷം കോൺഗ്രസ് കിതയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ എതിരാളിയുടെ ശക്തി അറിഞ്ഞതിനു ശേഷം BJP തിരികെ വരികയാണോ ഹരിയാനയിൽ എന്നുള്ള ചോദ്യം വരികയാണ്. ഇപ്പോൾ BJP 46 സീറ്റുകളിലും കോൺഗ്രസ് 38 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ്. വിനേഷ് ഫോഗട്ടിന്റെ തിളക്കമാർന്ന ലീഡ് ഈ സമയത്ത് വലിയ പ്രതീക്ഷയും നൽകുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഇപ്പോഴത്തെ ലീഡ് 16,823 വോട്ടുകളാണ്. അതെ, ഗാർഹി സംപാല മണ്ഡലത്തിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ 3 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ 17-ൽ 3 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ 16,823 വോട്ടുകൾക്ക് ഭൂപീന്ദർ സിംഗ് ഹൂഡ ലീഡ് ചെയ്യുകയാണ്. ആ ഒരൊറ്റ മണ്ഡലത്തിൽ ആ ഒരൊറ്റ നേതാവിന്റെ ലീഡ് നിലയിൽ തന്നെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ഉണ്ടാകും. രാജാവ് വീണിട്ട് എന്ത് യുദ്ധം എന്നതൊരു ചോദ്യമാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അണികളും അവരുടെ ആത്മവിശ്വാസവും എന്ന് പറയുന്നതാണ് ഹരിയാനയുടെ കോൺഗ്രസ് രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത്. അവിടേക്കൊരു തിരിച്ചുവരവിന് കോൺഗ്രസിന് ഇനി സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും നമുക്ക് ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. അവർ ആർക്കൊപ്പം എന്നുള്ളതും നിർണായകമാണ്. അതിൽ ചില സ്ഥാനാർത്ഥികൾ 3000-ന് മുകളിൽ ലീഡ് ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിലൊരാൾ സാവിത്രി ജിൻഡാലാണ്. ഹിസാറിൽ സാവിത്രി ജിൻഡാൽ 3836 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. സാവിത്രി ജിൻഡാൽ സ്വാഭാവികമായും BJP-യെ പിന്തുണയ്ക്കാനാണ് സാധ്യത എന്ന് നമ്മൾ കാണണം. 5 ഇടത്താണ് സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് ബഹുജൻ സമാജ് പാർട്ടി BSP ലീഡ് ചെയ്യുന്നു. അറ്റേലി മണ്ഡലത്തിൽ അട്ടർലാൽ അദ്ദേഹം 2574 വോട്ടുകൾക്ക് BSP ഒരിടത്ത് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ഒറ്റ സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. പ്രതാപികളായിരുന്ന ലോക്ദളിന് ഇപ്പോൾ അർജുൻ ചൌട്ടാലയുടെ ഒറ്റ സീറ്റ് മാത്രം. റാണിയ മണ്ഡലത്തിൽ അർജുൻ ചൌട്ടാല 3498 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് INLD-യെ സംബന്ധിച്ച്. ബാക്കി ഈ BSP-യും INLD-യും സ്വതന്ത്രനും കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് BJP ഡയറക്റ്റ് ഫൈറ്റ് ആണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് BJP ഇപ്പോൾ 47 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അതിൽ നയബ് സിംഗ് സൈനി ലദ്വ മണ്ഡലത്തിൽ വെറും 840 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ കണക്ക് പറഞ്ഞു. അത് 16,000 ആണെങ്കിൽ നയബ് സൈനി 840 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ കാണേണ്ടത് 16-ൽ 2 റൗണ്ട് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ലദ്വ അടക്കമുള്ള ഇടങ്ങളിൽ എന്ന്.
വലിയ മാറ്റമാണ് ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിതമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് BJPക്ക് ഈ ഫലസൂചനകൾ എന്ന് പറയുന്നത്. ഹരിയാനയിൽ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു മൂന്നാം ഘട്ടം BJP തന്നെ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പറയപ്പെട്ട സകല സമവാക്യങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പോരിനിറങ്ങേണ്ടി വരുന്ന മുഴുവൻ ഗോതകളും കോൺഗ്രസിന് അനുകൂലമായ മണ്ണൊരുക്കിയിട്ടിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു എല്ലാ വിശകലനങ്ങളും എല്ലാ പ്രവചനങ്ങളും എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ വമ്പൻ തിരിച്ചുവരവ് സാധ്യമായിരിക്കുകയാണ് BJPക്ക്. നിലവിലെ സൂചനകൾ വരുന്ന സമയത്ത് അർജുൻ പിതാംബരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹരിയാനയിൽ നിന്ന്. അർജുൻ, ഹരിയാനയിൽ കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി തന്നെയാണ് നിലവിൽ എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജാട്ട് വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിലേക്ക് അത് കേന്ദ്രീകരിച്ച സമയത്ത് ജാട്ട് ഇതര വോട്ടുകൾ OBC അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും BJPക്കൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന ആസൂചനകളിൽ നിന്നും. നിലവിൽ BJP ഇത്തരത്തിൽ ലീഡെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ജാട്ട് ഇതര വോട്ടുകൾ അത് പൂർണ്ണമായിട്ടും BJPക്ക് ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ കോൺഗ്രസ് പാളയത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു നിരാശയുണ്ട്. അവർ പറയുന്നുണ്ട്, ആത്മവിശ്വാസമുണ്ട്, തിരിച്ചു വരും. ആദ്യം ഉണ്ടായിരുന്ന അതേ നിലയിലേക്ക് തന്നെ BJP ലീഡെടുത്തെങ്കിലും വീണ്ടും തിരിച്ചു വരുമെന്നുള്ള തരത്തിൽ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും ദീപീന്ദർ ഹൂഡയുടെ മുഖത്തായാലും ഭൂപീന്ദർ ഹൂഡയുടെ മുഖത്തായാലും മറ്റ് അണികളുടെയും പ്രവർത്തകരുടെയും എല്ലാം തന്നെ മുഖത്ത് ആ ഒരു കൃത്യമായിട്ടും നിരാശ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 10 വർഷത്തിന് ശേഷം വീണ്ടും ഹരിയാനയിൽ തിരിച്ചു വരാൻ പോകുന്നു കോൺഗ്രസ് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിച്ചു. ഇതാ വീണ്ടും മടങ്ങിയെത്തുന്നു എന്നുള്ള തരത്തിലടക്കം എന്തായാലും അവിടെ കോൺഗ്രസ് ക്യാമ്പിൽ ആഹ്ലാദ ആരവങ്ങൾ നിലച്ചോ, തുടങ്ങുമോ വീണ്ടും തുടങ്ങിയ കാര്യങ്ങൾ. ജാട്ട് ലാൻഡ് കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ ജാട്ടിതര വോട്ടുകൾ BJPക്ക് അനുകൂലമായി കേന്ദ്രീകരിച്ചു. ഒരുപക്ഷെ BJP പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ലീഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് മാധു, ഇപ്പോ നമ്മുടെ രൺദീപ് സിംഗ് സുർജേവാലയുടെ മകൻ ആദിത്യ സുർജേവാല മത്സരിക്കുന്ന കൈതൽ മണ്ഡലം എടുക്കൂ. അവിടെ BJP ആണ് ലീഡ് ചെയ്യുന്നത്. ലീലാറാം BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത് വെറും 920 വോട്ടിനാണ്. 17 റൗണ്ട് ഉണ്ട്. അവിടെ 2 റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആദിത്യ സുർജേവാലയ്ക്ക് വേണമെങ്കിൽ ഈ 920 എന്നുള്ളത് 3ാമത്തെ റൗണ്ടിലോ 4ാമത്തെ റൗണ്ടിലോ മറികടക്കാൻ കഴിയുന്നതാണ്. ഞാൻ മറികടക്കുമെന്ന് പറയല്ല, മറികടക്കാൻ വേണമെങ്കിൽ നിൽക്കുന്നിടത്ത് അതൊക്കെ സാധ്യമാണ് എന്നുള്ളിടത്താണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് BJP നടത്തിയതുപോലെയുള്ള ഒരു അട്ടിമറി കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവരെ കൊട്ടിയിരുന്ന മുഴുവൻ വാദ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, ഇതുവരെ വിതരണം ചെയ്ത മധുര പലഹാരങ്ങളുടെ പെട്ടികൾ മാറ്റിവെച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ അണികൾ. AICC ആസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ തുടങ്ങിയ ആഘോഷമായിരുന്നു. ആദ്യ ഫലസൂചനകൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ അവിടെ ആഘോഷമായിരുന്നു. അത്രമേൽ വലുതാണ് എക്സിറ്റ് പോൾ നൽകിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ അവിടേക്ക് ഇപ്പോൾ ഒരു നിശബ്ദത, കനം തൂങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വിനേഷ് ഫോഗട്ട് 3 റൗണ്ട് കഴിയുമ്പോൾ, മാധു, വിനേഷ് ഫോഗട്ട് 3 റൗണ്ട് കഴിയുമ്പോൾ 2039 വോട്ടുകൾക്ക് പിറകിലാണ്. വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ 2039 വോട്ടുകൾക്ക് പിറകിലാണ്. അവിടെ ലീഡ് ചെയ്യുന്നത് BJP സ്ഥാനാർത്ഥി യോഗേഷ് കുമാറാണ്. 3 റൗണ്ടേ കഴിഞ്ഞിട്ടുള്ള യോഗേഷ് കുമാറിന് 14,329 വോട്ടും വിനേഷ് ഫോഗട്ടിന് 12,290 വോട്ടുമാണ്. 3ാം സ്ഥാനത്തുള്ളത് INLDയുടെ സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ സ്ഥാനാർത്ഥി സുരേന്ദർ ലത്തർ. 1271 സീറ്റുകൾക്ക് ലീഡ് ചെയ്യുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആം ആദ്മി പാർട്ടി മറ്റൊരു ഗുസ്തി താരത്തെയാണ് മത്സരിപ്പിച്ചത്, കവിതാ റാണി. അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടന്ററായി വരുമെന്ന് കരുതിയിരുന്നെങ്കിൽ അവർക്ക് വെറും 121 വോട്ടുകൾ മാത്രമാണ് 3 റൗണ്ടുകളിലായി കിട്ടിയിട്ടുള്ളത്. ഇൻഡിപെൻഡൻസിനെ സംബന്ധിച്ച് ഈ ഒരുപാട് സ്വതന്ത്രർ വോട്ട് കട്ടർമാരായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ ആദ്യത്തെ റൗണ്ട് എടുക്കുമ്പോൾ അവർക്ക് 100-200 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും നടക്കുന്നത് BJP വേഴ്സസ് കോൺഗ്രസ് ഡയറക്ട് ഫൈറ്റ് ആണ്. ഏതെങ്കിലും ഒരു സഖ്യ സാധ്യത ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. മാർജിൻ കടന്ന് ആര് പോകുന്നു, മാന്ത്രിക സംഖ്യ തൊട്ട് ആര് മുന്നോട്ട് പോകുന്നു, അവർക്കൊപ്പം തന്നെ വിജയം എന്നുള്ളത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഈ 16 സീറ്റുകളുടെ വലിയ വ്യത്യാസം ഈ ഘട്ടത്തിൽ BJPക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് മുകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ BJP പോലും സ്വപ്നം കാണാത്ത സ്വപ്ന തുല്യമായ ഒരു വലിയ വിജയം അവർക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ്. 34 ഇടങ്ങളിലേക്ക് കാണാതിരുന്ന ഒരു വോട്ട് കേന്ദ്രീകരണം, അതായത് ജാട്ട് ആധിപത്യം ഉണ്ടാകും എന്ന ഒരു സംശയം ജാട്ടിതര വിഭാഗങ്ങളെ സ്വാഭാവികമായും പ്രകോപിപ്പിച്ചിരിക്കാം. BJPക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കും. ദലിത് വോട്ടുകളും
വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാൻ ഇന്ത്യ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ദലിത് വോട്ടുകൾ അടക്കം കുമാരി ഷെൽജയൊക്കെ ഒരു മുഖ്യമന്ത്രി മുഖമാകാതിരിക്കുകയും എല്ലാം ഹൂഡ എന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തപ്പോൾ ജാട്ട് വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിച്ച അതേ സമയത്ത് തന്നെ ജാട്ട് ഇതര വോട്ടുകൾ കോൺഗ്രസിനെതിരായി ബിജെപിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന പ്രക്രിയ അവിടെ നടന്നിരിക്കുന്നു കൃത്യമായി പറയാം. മുൻകൂട്ടി കാണുന്നുണ്ട്. JP നഡ്ഡ ബിജെപിയുടെ ജനറൽ സെക്രട്ടറിമാരെ എല്ലാവരെയും ഇപ്പോൾ മീറ്റിംഗിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. കാശ്മീരിൽ എന്ത് സാധ്യമാകും, ഹരിയാനയിൽ എന്ത് സാധ്യമാകും എന്നത് സംബന്ധിച്ച ബിജെപി കൃത്യമായ കണക്കുകൂട്ടലുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 51 ഇടങ്ങളിൽ ബിജെപി, 33 ഇടങ്ങളിൽ കോൺഗ്രസ് ഹരിയാനയിൽ.